നമസ്കാരം, ഞാൻ അഷ്മ. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൻ്റെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓംസ് ലോ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, റെസിസ്റ്റൻസ് കണക്ഷൻസ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, ഇലക്ട്രിക് പവർ, ഇലക്ട്രിക് വർക്ക് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓംസ് ലോ ഒരു സർക്യൂട്ടിലെ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവയുടെ ബന്ധത്തെ കുറിക്കുന്ന ഒരു ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ എന്താണെന്ന് നോക്കാം. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറണ്ട് പാസിംഗ് ത്രൂ ദി ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ്. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആ സർക്യൂട്ടിലെ വോൾട്ടേജിന് നേരനുപാതത്തിലും സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഒന്നുകൂടെ പറയാം. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആ സർക്യൂട്ടിലെ വോൾട്ടേജിന് നേരനുപാതത്തിലും സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അതായത് I പ്രൊപ്പോർഷണൽ ടു V, കറണ്ട് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്, I പ്രൊപ്പോർഷണൽ ടു 1/R. കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്, അതാണ് I പ്രൊപ്പോർഷണൽ ടു 1/R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് I ഈക്വൽ ടു V/R എന്ന ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. കറണ്ട് I ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ വോൾട്ടേജിൻ്റെയും ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് R ഈക്വൽ ടു V/I, റെസിസ്റ്റൻസ് R ഈക്വൽ ടു വോൾട്ടേജ് V ബൈ കറണ്ട് I. ഇനി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നോക്കാം. വോൾട്ടേജ് V ഈക്വൽ ടു കറണ്ട് I ഇൻറ്റു റെസിസ്റ്റൻസ് R. വോൾട്ടേജ് V ഈക്വൽ ടു I ഇൻറ്റു R. നമ്മളിവിടെ പറഞ്ഞു കറണ്ട് പ്രൊപ്പോർഷണൽ ടു V ആണെന്ന്. ഈ കറണ്ട് പ്രൊപ്പോർഷണൽ ടു V എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടും കൂടുന്നു, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കുറയുന്നു. അതേസമയം I പ്രൊപ്പോർഷണൽ ടു 1/R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള കറണ്ട് കുറയുകയും അതേസമയം റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് കറണ്ട് കൂടുകയും ചെയ്യുന്നു. പിന്നെ ഇതിൽ നിന്ന് പഠിച്ച 3 ഇക്വേഷൻസും ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇത് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. I ഈക്വൽ ടു V/R, R ഈക്വൽ ടു V/I, V ഈക്വൽ ടു I ഇൻറ്റു R. ഒരു പ്രോബ്ലം നോക്കാം. ചിത്രത്തിലെ ഒരു ബൾബ് 220 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ R കാണിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ കറണ്ടിൻ്റെ ഫ്ലോയും കാണിച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. V ഈക്വൽ ടു 220 വോൾട്ട്, R ഈക്വൽ ടു 820 ohms, I ഈക്വൽ ടു ഡാഷ് ആംബിയേഴ്സ്. അതായത് ഇവിടെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, കറണ്ട് കണ്ടുപിടിക്കണം സർക്യൂട്ടിലെ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ I ഈക്വൽ ടു V/R. നമുക്കറിയാം, ഇപ്പോൾ പഠിച്ചതാണ്. ഓംസ് ലോ വെച്ച് പറയുകയാണെങ്കിൽ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ I ഈക്വൽ ടു 220 ബൈ 820 ഈക്വൽ ടു 0.268 ആംബിയേഴ്സ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ ബൾബ് takes a current of 0.2 amperes at a voltage of 3.6 volt. Determine the resistance of the filament of the bulb. അപ്പോൾ ഒരു ബൾബിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.2 ആംപിയേഴ്സും അവിടെയുള്ള വോൾട്ടേജ് 3.6 വോൾട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫിലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം I ഈക്വൽ ടു V/R, R ഈക്വൽ ടു V/I ആണ്.
ആറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ R ഈക്വൽ ടു V/I. V തന്നിട്ടുണ്ട് 3.6 വോൾട്ട്, I 0.2 ആംബിയേഴ്സ്. ഇനി റെസിസ്റ്റൻസ് ഓഫ് ദി ഫിലമെന്റ് R ഈക്വൽ ടു 3.6 ഡിവൈഡഡ് ബൈ 0.2, 18 ഓംസ് കിട്ടും. ആൻസർ 18 ഓംസ്. ഇനി റെസിസ്റ്റൻസ് കണക്ഷൻസ് ആണ് നോക്കാനുള്ളത്. രണ്ട് തരം കണക്ഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്, സീരീസ് കണക്ഷനും അതുപോലെ പാരലൽ കണക്ഷനും. സീരീസ് കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ എ സീരീസ് കണക്ഷൻ, the end of the first load is connected to the beginning of the second load and all loads are connected end to end. The total resistance is equal to the sum of all the resistance. അതായത് ഒരു സീരീസ് കണക്ഷനിൽ ഫസ്റ്റ് ലോഡിൻ്റെ എൻഡിലാണ് സെക്കൻഡ് ലോഡിൻ്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും. R1 എന്ന് പറയുന്ന ഫസ്റ്റ് ലോഡ് അവസാനിക്കുന്നിടത്തിലാണ് R2 എന്ന് പറയുന്ന സെക്കൻഡ് ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഈ R1 പ്ലസ് R2 ലോഡിൽ ഓരോ ലോഡും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ്. എല്ലാ ലോഡും തമ്മിൽ ലോഡിൻ്റെയും സമ്മാണ് ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ ലോഡ്സ്. ഇവിടെ ഒരു സീരീസ് കണക്ഷനിൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് R1 ഫ്ലോ ചെയ്യുന്ന കറണ്ടും R2 ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഈ സർക്യൂട്ടിൽ ടോട്ടലുള്ള കറണ്ടിന് ഈക്വൽ ആയിരിക്കും. അതായത് താഴെ കാണുന്ന ഇക്വേഷൻ നോക്കിയാൽ അറിയാം, I ഈക്വൽ ടു I1 ഈക്വൽ ടു I2. എത്രയാണോ നമ്മൾ ടോട്ടൽ കറണ്ട് ഉള്ളത് ആ കറണ്ട് തന്നെയാണ് R1 ഫ്ലോ ചെയ്യുന്നതും R2 ഫ്ലോ ചെയ്യുന്നതും. ഇവിടെ കറണ്ടിന് എന്തില്ല, ചേഞ്ച് വരുന്നില്ല. അടുത്തത്, ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് ലോഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി ലോഡ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, വോൾട്ടേജിന് വ്യത്യാസം വരുന്നുണ്ട്. ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ആ റെസിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും. ചിത്രത്തിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V1 എന്ന് പറയുന്നത്. R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V2 എന്ന് പറയുന്നത്. The sum of voltages across each load is equal to the applied voltage. ഇങ്ങനെ കിട്ടുന്ന ഓരോ സെപ്പറേറ്റ് വോൾട്ടേജിലെ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള സെപ്പറേറ്റ് വോൾട്ടേജും തമ്മിലുള്ള വോൾട്ടേജിൻ്റെയും സമ്മാണ് ഈ സർക്യൂട്ടിലെ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്ലൈഡ് വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും ഈ ബാക്കിയുള്ള വോൾട്ടേജ് ഓരോന്നും ആഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഓൾ ദി റെസിസ്റ്റൻസ്. സെപ്പറേറ്റ് ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെയും സം ആയിരിക്കും എന്ത്, ടോട്ടൽ, ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. താഴെയുള്ള ഇക്വേഷൻ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ I നമ്മൾ പറഞ്ഞ് സെയിം ആണ്, ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ I ഈക്വൽ ടു I1 എന്ന് പറയുന്നത് R1 ഫ്ലോ ചെയ്യുന്ന കറണ്ട്, I2 എന്ന് പറയുന്നത് R2 ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പോൾ I ഈക്വൽ ടു I1 ഈക്വൽ ടു I2. ഇനി വോൾട്ടേജ് V ഈക്വൽ ടു V1 പ്ലസ് V2. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു R1 പ്ലസ് R2. ഇതാണ് ഒരു സീരീസ് കണക്ഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 3 resistance of 3 ohms, 9 ohms and 5 ohms are connected in series. Find their resultant resistance. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, 3 റെസിസ്റ്റൻസ് 3 ഓംസിൻ്റെയും 9 ഓംസിൻ്റെയും അതുപോലെ 5 ഓംസിൻ്റെയും 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
നമ്മളിപ്പോൾ പഠിച്ചു ഒരു സീരീസ് കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. അപ്പോൾ ഈ 3 റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യാം. 3 ohms പ്ലസ് 9 ohms പ്ലസ് 5 ohms ഈക്വൽ ടു 17 ohms. ആൻസർ 17 ohms. അടുത്തത് പാരലൽ കണക്ഷൻ. In a parallel connection, the beginning and the end of the loads are connected together. അതായത് ഒരു സർക്യൂട്ടിലെ ലോഡിൻ്റെ ബിഗിനിങ് എല്ലാം എല്ലാ റെസിസ്റ്റൻസിൻ്റെ ബിഗിനിങ്ങും ഒരു പോയിന്റിലും എല്ലാ റെസിസ്റ്റൻസിൻ്റെ എൻഡിങ് പോയിന്റ്സ് വേറൊരു കോമൺ പോയിന്റ്സിലും ആയിട്ടുള്ള കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു സർക്യൂട്ടിലെ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും ബിഗിനിങ് ഒരു കോമൺ പോയിന്റിലും എൻഡിങ്സ് ഒക്കെ മറ്റൊരു കോമൺ പോയിന്റ്സിലും ആയിട്ടുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് ലോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെസിസ്റ്റൻസ് ഓഫ് ദി ലോഡ്. ഇവിടെ ഓരോ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ സീരീസ് കണക്ഷനിൽ പറഞ്ഞത് ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ടോട്ടൽ കറണ്ടിന് ഈക്വൽ ആയിരിക്കും, അതായത് അവിടെ കറണ്ടിന് ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നായിരുന്നു. എന്നാൽ ഈ പാരലൽ കണക്ഷനിൽ ഓരോ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് കറണ്ടിന് ചേഞ്ച് വരുന്നുണ്ട്. The voltage across each load is same and is equal to the voltage applied to the circuit. ഇവിടെ ഓരോ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സെയിം ആണ്. ഇപ്പോൾ R1ലുള്ള വോൾട്ടേജ് തന്നെയാണ്, ഫിഗറിൽ നോക്കാം, R1ലുള്ള വോൾട്ടേജ് തന്നെയാണ് R2ലുള്ളത്. ആ വോൾട്ടേജ് എന്തിന് ഈക്വലാ? നമ്മൾ കൊടുത്ത അപ്ലൈഡ് വോൾട്ടേജിന് ഈക്വലാണ് ഇതിൽ ഓരോ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അതായത് ഇവിടെ വോൾട്ടേജിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് പാരലൽ കണക്ഷൻ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഒരു പാരലൽ കണക്ഷനിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്, ആ സർക്യൂട്ടിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ഒരു പാരലൽ കണക്ഷൻ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സ്മോളസ്റ്റ് റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് താഴത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ പറയാം. ഇൻ പാരലൽ കണക്ഷൻ the reciprocal of the total resistance is equal to the sum of reciprocal of the all resistances in the circuit. അതായത് ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ഓരോ റെസിസ്റ്റൻസിൻ്റെയും റെസിപ്രോക്കൽ തമ്മിൽ ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ഓരോ റെസിസ്റ്റൻസിൻ്റെയും റെസിപ്രോക്കലിൻ്റെ സമ്മായിരിക്കും എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ. ഇക്വേഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു I ചേഞ്ച് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു I1 പ്ലസ് I2. അതുപോലെ വോൾട്ടേജിൽ ചേഞ്ച് ഒന്നും ഇല്ല, വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് V ഈക്വൽ ടു V1 ഈക്വൽ ടു V2. അടുത്തത് 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അതായത് ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ഈക്വൽ ടു ഫസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ പ്ലസ് സെക്കൻഡ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ. അതുപോലെ ഈ ഇക്വേഷൻ സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിനനുസരിച്ച് ഈ ഇക്വേഷനും നീണ്ടുപോകും. അതായത് ഒരു R3 ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താവും? 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അങ്ങനെ പോവും.
ഒരു പ്രോബ്ലം നോക്കാം. 2 റെസിസ്റ്റൻസ് ഓഫ് 4 ohms, 6 ohms ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഡിറ്റർമിൻ ദി ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ 2 റെസിസ്റ്റൻസ് ഉള്ളത്, 4 ohmസിൻ്റെതും അതുപോലെ 6 ohmസിൻ്റെയും 2 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു പാരലൽ കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെയും റെസിപ്രോക്കൽ തമ്മിൽ ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്റൻസ് 4ഉം മറ്റൊരു റെസിസ്റ്റൻസ് 6ഉം ആണ്. അപ്പോൾ 1/R ഈക്വൽ ടു 1/4 പ്ലസ് 1/6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10/24 കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിപ്രോക്കൽ അല്ല, ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ അല്ല, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എത്രയാണോ കിട്ടിയത് അതിൻ്റെ റെസിപ്രോക്കൽ കാണും. R ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയത് 1/R ഈക്വൽ ടു 10/24 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 24/10. ആൻസർ 2.4 ohms. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ നോക്കാം. അതിൽ ഫസ്റ്റ് വണ് 2 റെസിസ്റ്റേഴ്സ് ഓഫ് 2 and 4 ohms ആർ സ്വിച്ചഡ് ഇൻ പാരലൽ ടു എ 6 volt battery. കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ്, ഫൈൻഡ് ദി ടോട്ടൽ കറണ്ട് ആൻഡ് പാർഷ്യൽ കറണ്ട്. അപ്പോൾ ഇവിടെ 2 റെസിസ്റ്റേഴ്സാണ് ഉള്ളത്, 2 ohmസിൻ്റെതും അതുപോലെ 4 ohmസിൻ്റെതും. അത് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് അക്രോസ് ആയിട്ട് ഒരു 6 volt ബാറ്ററിയും ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. അതുപോലെ ടോട്ടൽ കറണ്ടും പാർഷ്യൽ കറണ്ടും. പാർഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതാണ് പാർഷ്യൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു പാരലൽ കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽസ് തമ്മിൽ ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അപ്പോൾ എന്ത് കിട്ടും, 1/R ഈക്വൽ ടു 1/2 പ്ലസ് 1/4. ആൻസർ 3/4 കിട്ടും. അപ്പോൾ R കാണാൻ വേണ്ടി അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, 4/3. R ഈക്വൽ ടു 4/3. ആൻസർ 1.33 ohms. ഇനി നമ്മൾ കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു I1 പ്ലസ് I2 ആണ്. നമ്മൾ ഹോംസ് ലോ കഴിഞ്ഞ ഒരു പാർട്ടിൽ ഹോംസ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോംസ് ലോ എന്താണ്? ഹോംസ് ലോയിൽ പറയുന്നത് I ഈക്വൽ ടു V/R. ആ ഒരു ഇക്വേഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഹോംസ് ലോയിൽ. അപ്പോൾ I1 ഈക്വൽ ടു V/R1. ഇവിടെ വോൾട്ടേജിന് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ വോൾട്ടേജ് V ആയിട്ട് എടുക്കാം. ഫസ്റ്റ് റെസിസ്റ്റൻസിന് കുറുകെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ I1 ഈക്വൽ ടു V/R1. അപ്പോൾ 6 volt by 2 ohms. ആൻസർ 3 amperes. സെക്കൻഡ് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ ആണ് I2 എന്ന് പറയുന്നത്. അപ്പോൾ I2 ഈക്വൽ ടു V/R2. വോൾട്ടേജിൽ ചേഞ്ച് വരുന്നില്ല, അതുകൊണ്ട് തന്നെ 6 volt ഡിവൈഡഡ് ബൈ 4 ohms. സെക്കൻഡ് റെസിസ്റ്റൻസ് 6 volt ഡിവൈഡഡ് ബൈ 4 ohms. ആൻസർ 1.5 amperes. ഇനി ടോട്ടൽ കറണ്ട് I കണ്ടുപിടിക്കാം. I ടോട്ടൽ ഈസ് ഈക്വൽ ടു ഈ I1 പ്ലസ് I2. അപ്പോൾ 3 amperes പ്ലസ് 1.5 amperes. ആൻസർ 4.5 amperes. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിഗർ നോക്കി മനസ്സിലാക്കാൻ പറ്റണം. 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
R1, R2, R3. ക്വസ്റ്റ്യൻ നോക്കാം. R1 12 ohms, R2 22 ohms, R3 24 ohms ഇൻ സീരീസ്. ഇത് മൂന്നും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ R ആണ് കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ 12 പ്ലസ് 24 പ്ലസ് 12 പ്ലസ് 22 പ്ലസ് 24. ആൻസർ 28 ohms. ആൻസർ 28 ohms ആണ്. അടുത്തൊരു പ്രോബ്ലം ഫിഗർ നോക്കാം. അതിൽ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്, R1ഉം R2ഉം. അതിൽ R1ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1ഉം R2ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2 ആണ്. ടോട്ടൽ വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട് V, പിന്നെ കറണ്ട് ഫ്ലോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് 80 വോൾട്ട്, കറണ്ട് 2 amperes, R1 ഈക്വൽ ടു 30 ohms, R2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല ഇവിടെ കാണേണ്ടത്, R2 ആണ് കാണേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ടിന് ചേഞ്ച് ഒന്നുമില്ല, കറണ്ട് സെയിം ആണ്. അപ്പോൾ I ഈക്വൽ ടു I1 ഈക്വൽ ടു I2. വോൾട്ടേജ് V ഈക്വൽ ടു V1 പ്ലസ് V2. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. അതുകൊണ്ട് തന്നെ V1 ഈക്വൽ ടു I ഇൻറ്റു R1, V2 ഈക്വൽ ടു I ഇൻറ്റു R2. ഇത് നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷൻ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ V ഈക്വൽ ടു IR1 പ്ലസ് IR2 എന്ന് കിട്ടും. V1ന് പകരം IR1ഉം V2ന് പകരം IR2. അപ്പോൾ V ഈക്വൽ ടു IR1 പ്ലസ് IR2 എന്ന് കിട്ടും. I കോമൺ ആണ്, അപ്പോൾ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുക, I ഇൻറ്റു R1 പ്ലസ് R2. ഇനി വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 80 വോൾട്ടാണ്. 80, അപ്പോൾ ആ 80 ഈക്വൽ ടു 2 ഇൻറ്റു 30 പ്ലസ് R2, അതായത് 80 ഈക്വൽ ടു 2 ഇൻറ്റു 30 പ്ലസ് R2. ഇനി ഈ 2 ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 80/2 40, 80/2 40 ഈക്വൽ ടു 30 പ്ലസ് R2 ഈക്വൽ ടു 40 മൈനസ് 30, 10 ohms. ആൻസർ 10 ohms ആണ്. അടുത്തത് ഇലക്ട്രിക് പവർ. ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജും അതുപോലെ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഈസ് വാട്ട്. ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആണ്. When an EMF of 1 volt causes a current of 1 ampere to flow, the power is 1 watt. അതായത് ഒരു സർക്യൂട്ടിൽ 1 വോൾട്ട് EMF കൊണ്ട് ഒരു 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 വാട്ട് പവർ ഉണ്ടായി എന്ന് പറയാം. 1 വോൾട്ട് EMF കൊണ്ട് 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 വാട്ട് പവർ ഉണ്ടായി എന്ന് പറയാം. പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. പവർ P ഈക്വൽ ടു V ഇൻറ്റു I. ഇലക്ട്രിക് വർക്ക് ഓർ ഇലക്ട്രിക്കൽ എനർജി. Electrical work or energy, electric energy is the product of electrical power and time. അതായത് ഇലക്ട്രിക് വർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് പവറിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് ആണ്. ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ ഇലക്ട്രിക് പവറിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് ആണ് ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. W ഈക്വൽ ടു P ഇൻറ്റു T. Electric power into time. Unit of electrical energy is joule.
ഇലക്ട്രിക്കൽ എനർജീൻ്റെ യൂണിറ്റ് ജൂളാണ്. 1 ജൂൾ എന്ന് പറയുന്നത് 1 വാട്ട് ഇൻറ്റു 1 സെക്കൻഡ് ആണ്. 1 വാട്ട് ഇൻറ്റു 1 സെക്കൻഡ്. ആൻഡ് ലാർജർ യൂണിറ്റ് സച്ച് ആസ് 1 വാട്ട് ഹവർ ആൻഡ് 1 കിലോ വാട്ട് ഹവർ ആർ യൂസ്ഡ്. നമ്മൾ ലാർജർ യൂണിറ്റ് ആയിട്ട് 1 വാട്ട് ഹവറും അതുപോലെ 1 കിലോ വാട്ട് ഹവറും യൂസ് ചെയ്യുന്നു. 1 വാട്ട് ഹവർ ഈക്വൽ ടു 3600 വാട്ട് സെക്കൻഡ്. ഒരു വാട്ട് ഹവർ എന്ന് പറയുന്നത് 3600 വാട്ട് സെക്കൻഡ് ആണ്. അതുപോലെ 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത് 1000 വാട്ട് ഹവർ ആണ്. അതായത് 36 lakh വാട്ട് സെക്കൻഡ്. പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദി പവർ റേറ്റിംഗ് ഓഫ് ദി ലാമ്പ് ഇൻ ദി സർക്യൂട്ട് ഇഫ് 0.25 amperes of current flows and voltage is 240 volt. ഇവിടെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് 0.25 ആംപിയേഴ്സും വോൾട്ടേജ് 240 വോൾട്ടും ആണ്. അപ്പോൾ P ഈക്വൽ ടു V ഇൻറ്റു ഐ. P ഈക്വൽ ടു V ഇൻറ്റു ഐ. വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ പവർ ഈക്വൽ ടു 240 ഇൻറ്റു 0.25. അപ്പോൾ 60 വാട്ട് ആംപിയർ എന്ന് കിട്ടും. 60 വാട്ട്സ് ആംപിയർ എന്ന് കിട്ടും. 1 വാട്ട് എന്ന് പറയുന്നത് 1 വാട്ട് ഇൻറ്റു 1 ആംപിയർ ആണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 60 വാട്ട്സ് കിട്ടും. അടുത്തൊരു പ്രോബ്ലം. എ കറണ്ട് ഓഫ് 15 ആംപിയേഴ്സ് ഫ്ലോ ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 10 ohms. കാൽക്കുലേറ്റ് ദി പവർ ഇൻ കിലോ വാട്ട്സ് കൺസ്യൂംഡ്. ഇവിടെയും എന്താ കണ്ടുപിടിക്കേണ്ടത്? പവറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പക്ഷേ എന്ത് തന്നിട്ടില്ല? വോൾട്ടേജ് തന്നിട്ടില്ല. കറണ്ടും റെസിസ്റ്റൻസും മാത്രമേ തന്നിട്ടുള്ളൂ. വോൾട്ടേജ് നമ്മൾ ഓംസ് ലോ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനുശേഷം വേണം എന്ത് കാണാൻ? പവർ കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കാം. 6 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 10 ohms, ഐ 15 ആംപിയേഴ്സ്. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ V ഇൻറ്റു ഐ ആണ്. അപ്പോൾ V എത്രയാണെന്ന് അറിയില്ല. ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? പവർ ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ, അതായത് ഐ സ്ക്വയർ ഇൻറ്റു ആർ. അപ്പോൾ ഐ നമുക്കറിയാം 15 ആംപിയേഴ്സ് ആണ്. അപ്പോൾ 15 സ്ക്വയർ ഇൻറ്റു 10 2250 വാട്ട്സ്, അതായത് 2.25 കിലോ വാട്ട് എന്ന് കിട്ടും ആൻസർ. At a line voltage of 200 volts, a bulb consumes a current of 0.91 amperes. If the bulb is on for 12 hours, calculate the work in the watt hour to find the work given that V equal to 200 volts. അപ്പോൾ ഐ തന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് 0.91 ആംപിയേഴ്സ് ആണ്. ടൈം 12 hours ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം പവർ കണ്ടുപിടിക്കണം. അപ്പോൾ പവർ ഈക്വൽ ടു V ഇൻറ്റു ഐ. വി അറിയാം 200 വോൾട്ട് ആണ്. ഐ 0.91 ആംപിയേഴ്സ് ആണ്. ആൻസർ 182 വാട്ട്സ് കിട്ടും. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. പവർ ഇൻറ്റു ടൈം. അപ്പോൾ പവർ നമുക്ക് കിട്ടി 182 വാട്ട്സ്. 182 ഇൻറ്റു 12 hours. ആൻസർ 2184 വാട്ട് അവർ കിട്ടും.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ 40 വാട്ട് ഫ്ലൂറസെന്റ് ലാമ്പ് ഡ്രോസ് എ കറണ്ട് ഓഫ് 0.10 ആംപിയർ, ഹൗ മച്ച് വോൾട്ടേജ് വിൽ ബി റിക്വയർഡ് ടു ഇല്ലുമിനേറ്റ് ഇറ്റ്? അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വോൾട്ടേജ് ആണ് ഇവിടെ കാണേണ്ടത്. വാട്ട് 40 വാട്ടിൻ്റെ ഒരു ഫ്ലൂറസെന്റ് ലാമ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.10 ആംപിയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വോൾട്ടേജ് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാമ്പിൻ്റെ പവർ 40 വാട്ട്, കറണ്ട് 0.10 ആംപിയർ, വോൾട്ടേജ്, പവർ കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം. പവർ കാണേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? വി ഇൻറ്റു ഐ. അപ്പോൾ അതിൽ നിന്ന് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് കിട്ടും? W/I. W അല്ല, സോറി, ഇവിടെ W തെറ്റുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ തിരുത്തണം. ഇവിടെ P എഴുതണം. P/I എന്നാക്കണം. അപ്പോൾ വോൾട്ടേജ് V ഈക്വൽ ടു P/I. P/I. അപ്പോൾ ആൻസർ 40/0.1. ആൻസർ 400 വോൾട്ട്സ്. 400 വോൾട്ട്സ് ആണ് ആൻസർ വരുന്നത്. താങ്ക് യു.